ഇതാണ് ഷെറാട്ടൻ. ഇതാ കാണുന്ന ഷെറാട്ടൻ ഹോട്ടല്. ഇവിടുത്തെ പഴയ ഹോട്ടലാ ഷെറാട്ടൻ. ഇതാ ഗ്രേ കളർ കാണും. ഇതാ ഷെറാട്ടൻ. ഗ്രേ അല്ല, മറ്റെന്താണ് നമ്മളിവിടെ പാർക്കാൻ വന്നിട്ടില്ലേ? അമ്മ ഹോസ്റ്റലിൽ കിടന്ന ഇവിടെ അല്ലേ? ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്ത അച്ഛനെ പ്രസവിച്ചൂടെയാണ്. എവിടെ? ഇതിനകത്ത് ഹോട്ടലിലോ? ഹോട്ടലല്ല, ഹോട്ടലിന്റെ പുറകിൽ ഹോസ്പിറ്റലുണ്ട് ഇതിനകത്ത്. അതാണെന്ന് തോന്നുന്നു. നീ ഒന്ന് അവരെ വിളിച്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് അവരോട് വണ്ടി ഓടിച്ച് നോക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഞാൻ വയറ്റിലുള്ളപ്പോ അവിടെ നമ്മള് താമസിച്ചിരുന്ന മുസ്തഫയിലാണ്. അവിടെ തന്നെ ചെയ്യാന്ന് വെച്ചിട്ടാ ഞാനുള്ളപ്പോഴോ? അതിനായിട്ട് എന്തിനാ ഇവിടം വരെ വന്നേ? ഇവിടെയാണ് അന്ന് ഈ ഡെലിവറി കേസുകൾ അറ്റൻഡ് ചെയ്യണ ഹോസ്പിറ്റലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് ഫ്രീ ആയിരുന്നു അന്ന്. കാശ് ചെലവാക്കാൻ മണി. കാശ് ചെലവാക്കാൻ വേണ്ടിയിട്ടല്ല, ഇൻഡിക്കേറ്റർ അന്ന് ആകെ ഈ ഒരു ചേട്ടന്റെ അടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നീ അവരെ വിളിക്കുക ആദ്യം. വിളിച്ചിട്ട് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് നീയാണല്ലോ ഇപ്പൊ വണ്ടി യൂസ് ചെയ്യുന്നത്, ചേട്ടനല്ലല്ലോ. അപ്പൊ അപ്പൊ ഞാൻ വിളിക്കുമ്പോഴ് ഒന്നില്ലെങ്കിൽ വിച്ചുണ്ടെങ്കിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു കഴിഞ്ഞാലേ അവന് അറിയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ മൊത്തം എത്ര രൂപയുണ്ട് ടോട്ടൽ എമൗണ്ട് കൊട്ടേഷൻ. എന്നിട്ട് നമ്മൾ ഇത്രയും ഞങ്ങളിപ്പോ അബുദാബിയിലുണ്ട്. ഇന്നൊരു ഹോട്ടൽ സ്റ്റേ ഉണ്ട്, റിസോർട്ടിലാ. അപ്പൊ ഇന്ന് അബുദാബിയില് വന്നിട്ടുണ്ട് ടൗണില്. അപ്പൊ ഇതിപ്പോ നമ്മള് ചെയ്യാനുള്ളതിന്റെ റേറ്റ് കൊട്ടേഷൻ അയക്കാൻ പറയും. ഓക്കെ. ഓക്കെ. ടെർബോ കൂട്ടാണ്ടല്ലേ? അപ്പൊ എന്നാലും അവരുടെ അടുത്ത് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ അവര് ഓക്കെ. ശരി. ടെർബോ കൂട്ടാണ്ട് 30 തന്നെ. 35 പറഞ്ഞേ? 35. അപ്പൊ ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാണെങ്കിൽ 50 ആവും. അത് ചെയ്യാൻ പറയാം അവരുടെ അടുത്ത്. പിന്നെ സ്റ്റീറിംഗിന് എന്താ? അത് അയാളോട് വണ്ടി ഓടിച്ചിട്ട് അതിന്റെ കംപ്ലൈന്റ് ഒന്ന് നോക്കാൻ പറയും. അപ്പൊ നീയല്ലേ കൂടുതൽ വണ്ടി. അത് 8000 രൂപയുടെ സ്റ്റീറിംഗ് ബോർഡ് പറഞ്ഞ അതുകൊണ്ട് മാറ്റാൻ പറഞ്ഞ. സ്റ്റീറിംഗിന്റെ എന്തോ പറഞ്ഞത് 8000 എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാ നീ വിളിച്ചു നോക്ക്. ഓക്കെ. അപ്പൊ അതിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പോയി പറയാൻ പറഞ്ഞാൽ മതി. അതിന്റെ അകത്തിട്ട് പോയി പറയാനാ. തൃശ്ശൂരാ? പിന്നെ നമ്മുടെ അവിടെ അല്ല, ചാലക്കുടിയിലല്ല, തൃശ്ശൂർ ടൗണിൽ നിന്ന് അപ്പുറത്തേക്ക് പോകണം. 60,000 മുടങ്ങണോളൂ. 60,000 മുടങ്ങിയാലും വണ്ടിയുടെ കംപ്ലൈന്റ് തീർത്ത് കൈ കിട്ടുമല്ലോ. ഇപ്പൊ എന്ന് വെച്ചാൽ ആ പയ്യനെ വിളിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് അവനല്ലേ വണ്ടി എടുക്കുന്നത്. അപ്പോഴേ അവനല്ലേ പറയാൻ പറ്റുള്ളൂ കാര്യങ്ങള്. അപ്പൊ വിളിച്ചു നോക്കിട്ട് ഇനി എന്താന്നുള്ളത്. വേറൊരു വണ്ടി 60,000 കിട്ടില്ല. കാര്യം ചെറിയ വണ്ടിയാണെങ്കിലും നല്ല രസമുള്ള വണ്ടി ഓടിക്കാൻ, നല്ല സുഖമുള്ള വണ്ടിയാണ്. തൽക്കാലം അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് നാട്ടില്. നാട്ടൊക്കെ നിൽക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വലുത് വണ്ടി മേടിക്കാം. നമ്മുടെ ഏത് മോഡലാ വണ്ടിയുടെ? 2012 12 എന്തേ വാട്സപ്പ് വിളിച്ച്? വാട്സപ്പ് കിട്ടില്ലടാ. അയ്യാ, വണ്ടിക്ക് 82 ഹോഴ്സ് പവർ ഉള്ളോ? അപ്പൊ പക്ഷേ ടർബോ ഉണ്ടല്ലോ അതിന്. അത് ടർബോ 82 ഹോഴ്സ് പവർ ആണോ അത് കാണിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോ? ഇതില് 82 ഹോഴ്സ് പവർ സംഭവം ശരിയാണ്. പക്ഷെ അത് വണ്ടി ഓടിച്ച് നമ്മളിപ്പോ റോട്ടിൽ കൂടെ ഓടിക്കണത് 82 ഹോഴ്സ് പവർ ആണെങ്കിലേ അതാ തിങ്ങിയ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പോ ഫീൽ ചെയ്യാ. അതല്ല, ആ വണ്ടി തമിഴ്നാട്ടിൽ നമ്മൾ കൊണ്ടുവരുന്ന 100, 120, 150 സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. 160 മാത്രല്ല അത് കാല് കൊടുക്കുമ്പോഴത്തേക്കും ഒരു സ്പീഡാവുകയും ചെയ്യും. 160 രൂപ കുടിച്ചോണ്ട് വണ്ടി അത്. മധുരക്ക് പോണ റോഡ് എന്ന് വെച്ചാൽ നല്ല ഫ്രീ റോഡല്ലായിരുന്നേ. സുഖമായിട്ട് വണ്ടി ഓടിക്കായിരുന്നു. വണ്ടി എത്ര സ്പീഡിൽ പോകുന്നു നോക്കാൻ. പക്ഷെ അതിലോടിച്ചിട്ട് അതോടെ ക്യാമറ കുറെ അടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറെ കിട്ടിയായിരുന്നു. അയ്യോ, 6 ക്യാമറ അടിച്ചിട്ടുണ്ടായിരുന്നു. അറിയോ? നാട്ടില്
ഇവിടുത്തെ 50 റംസ് ഉള്ളൂ. അതത്രേ ഉള്ളൂ. 400 ദിവസം കണ്ടാ കുഴപ്പമൊന്നുമില്ല, ആ എൻജോയ്മെന്റിന് വേണ്ടി കളയാം. അച്ഛാ ഒരെണ്ണം 1200 ഫൈൻ വന്നു. അപ്പൊ അത് സ്പീഡ് നോക്കിട്ടായിരിക്കുമല്ലോ അത്. അത് എല്ലാ ആഴ്ചയും നമ്മൾ പോകുന്നതിന് ശേഷം എല്ലാ ആഴ്ചയും ഫൈൻ അടക്കാൻ പോകായിരുന്നു വടി. ഒരെണ്ണം പോകുമ്പോൾ പറഞ്ഞത് അടുത്ത് വരും. ഒന്നാമത് ക്യാമറ നാട്ടില് ഇവിടുത്തെ മാതിരി ക്യാമറകളുടെ ഒരു തിരികെ അറിയാനും പോലും എവിടെ വെച്ചേക്കണമെന്ന് അറിയില്ല. എന്നാ വെക്കുന്ന വല്ല റോഡിന് വല്ല ഇൻഡിക്കേഷൻ ഉണ്ടോ, എത്ര സ്പീഡിലാണ് ഓടിക്കാൻ പാടുന്ന ഇൻഡിക്കേഷൻ ഉണ്ടോ, ഒന്നുമില്ല. വെറുതെ മനുഷ്യരിക്കാനായിട്ട് നാട്ടിൽ സമയം 1:45 2 മണി ആയതുകൊണ്ട് അവിടെ കയറാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കയറി റൊട്ടാനല്ലേ പിന്നെ പിന്നെ അങ്ങനെ ഇതായിട്ട് പോരും നമ്മള്. അടുത്ത ഒരു സ്ഥലം നമുക്ക് പോണേക്കുമ്പോ അവിടെ കയറാം അല്ലേ? ഇവിടെ നിർത്തി പോണേക്ക് മുമ്പ് മൊറീസ് പാലസില് സ്റ്റേ 3000 റംസുള്ളല്ലോ. അത്രേ ഉള്ളൂ. 3000 റംസിനൊക്കെ കിട്ടും റൂം. ഒരു ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് 3000 റംസിനൊക്കെ കിട്ടും. സീസൺ വെച്ചാട്ടോ. സീസൺ ഇപ്പൊ കുറച്ച് ഓഫ് സീസൺ ആയി, കൊറോണ ഉള്ളതിന്റെ തോന്നുന്നു. അപ്പൊ വില കൂടുതലോ കുറയാണോ ഉദ്ദേശിക്കണേ? ഇപ്പൊ കുറവായിരിക്കും. ഇപ്പൊ 3000 രൂപയ്ക്കൊക്കെ റൂം കിട്ടും. പക്ഷെ ബഡ്ജറ്റ് 6000 ഇവിടെ 3000 പിടിച്ചുകൂടായിരുന്ന 3000 രൂപയുടെ ഇതില്ലേ? അല്ല 3000 രൂപയ്ക്ക് ഇപ്പൊ റൂം എടുത്താൽ പിന്നെ 700 രൂപ ടാക്സ് വരും. അപ്പൊ 3700 ആയില്ലേ? പിന്നെ ഫുഡിന് 240 രൂപ ഡിന്നറിന് ഒരാൾക്ക്. പഴഞ്ചൊല്ലില്ലേ, ഇത്ര സാധനം വാങ്ങിച്ചിട്ട് ഇത് ചെയ്യാനാണോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ആനനെ പഠിച്ചത് 240 രൂപ ഡിന്നറിന്, 170 രൂപ ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾക്ക്. ഞാൻ ലോ ആയിട്ടേക്ക്. അപ്പൊ ഇത്രയധികം ഇല്ല. വേണമെങ്കിൽ 2 ഫോട്ടോ എടുത്ത് നോക്കാം നമുക്ക് പോണ വഴിക്ക്. നമുക്ക് ഫേസ്ബുക്കിൽ ഇടാം. അങ്ങനെ ഇടണ്ട, എന്നാലും കണ്ടോണ്ട് പോവാം. എന്താണ് അവസ്ഥ നോക്കിട്ടുമല്ലോ. അടുത്തല്ലേ ശരി കേട്ടോ. ഞാനത് അത്ര ഓർത്തില്ലായിരുന്നു. അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് നോക്കാം. അല്ല, ഇനി വെള്ളിയാഴ്ച നമുക്ക് ഇരിക്കണ്ടെന്നാ. വെള്ളിയാഴ്ച പുറത്തിറങ്ങാം, ഒരു ഇതേപോലെ ഒരു ബഫ കഴിക്കാം. ഇങ്ങനെ കറങ്ങിയാണ് വിച്ചുകുട്ടിന് സന്തോഷമായി. എനിക്ക് തീരാവില്ലല്ലോ. എന്റെ കയ്യിൽ കാശ് പോണല്ലേ. ഇതിലേക്ക് പോണ വഴി അത് ഷെയ്ഖ് സായദിന്റെ സൈഡിൽ നോക്ക്. ഷെയ്ഖ് സായദിന്റെ ഫോട്ടോ മാറും. ഇതാണോ? എനിക്കറിയില്ല. പെട്ടെന്നൊക്കെ എംബ്രേസ് പാലസിലേക്ക് കയറ്റിയാലോ? ഇത് ഗേറ്റ്, ഇത് പാലസാ? അല്ല, ഞാനിപ്പോ എംബ്രേസ് പാലസിലേക്ക് പോണം ഫോട്ടോ എടുക്കാനായിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന്. അത് വേണ്ട. ഓ, ഈ ഗ്രാൻഡ് ഹയത്ത് നോക്ക്. ഇവിടെ ഞാൻ വന്നത് ബുക്ക് ചെയ്യാനായിട്ട്. റൊട്ടാന നല്ല രസമുണ്ടല്ലേ? എവിടെ? അവിടെ ഇല്ല. ഫോട്ടോ എടുക്കാനല്ല, ഫോട്ടോ എടുക്കാണ്ടി. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, എന്തെങ്കിലും കണ്ടോ? എനിക്ക് എന്തോ പോലെ ഒരു വിയേർഡ് ഫീലിംഗ്. എന്ത് ഫീലിംഗ്? ഒരു സസ് അടിക്കണ്. സസ്പീഷ്യസ് എവിടെ നിന്നിട്ട് ഫോട്ടോ ഇതിലൊക്കെ എവിടെയാ ഫാസ്റ്റ് ആൾക്കാർ ഈ സാധനമാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 ഇവിടുന്ന് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. ഇവിടെ നിർത്താൻ പറ്റുമോ? അമ്മ ലോകത്ത് ഒരു വണ്ടി. ഇതാണ് സാധനം. നമുക്ക് വല്ലപ്പോഴും വന്ന് കയറാം. വല്ലപ്പോഴോ അല്ല, ഇനിയിപ്പോ എപ്പോഴെങ്കിലും പോണ സമയത്ത് വന്ന് കയറാം. അതാണ് ഇതിന്റെ ആംബിയൻസ്. വേണ്ട, അതാണ് ഹോട്ടല്. ഇതിന്റെ അതെനിക്ക് അറിഞ്ഞൂടാ കൃത്യമായിട്ട്. നിർത്തണോ? വണ്ടി നിർത്തണോ? വേണ്ട. അതെന്താ സാധനം?
അത് അന്നാണ് നമ്മൾ അന്ന് കണ്ടത്. പോയത് ദിവ്യ വന്നപ്പോ അപ്പുറത്ത് ആ ബിൽഡിങ്ങിന്റെ ബ്ലോക്കിൽ എന്താണോ അച്ഛൻ അങ്ങോട്ട് പോയച്ച അവിടെ അല്ല, ഇവിടെ entrance ആണ്. അത് entrance ആണ്. അങ്ങോട്ട് പോണ്ട. ഏതാണ് അത് പാലസ് എൻട്രൻസ് ആണ് ഇതാ. നോക്കാലോ എന്താ സാധനം എവിടെ എന്തോ അതെ അതെ പാലൻസ് വിങ് ഈസ്റ്റ് വിങ് ഗേറ്റ് അത് സാധനം. അപ്പൊ ഇതിന്റെ എൻട്രൻസ് എവിടെ ശരിക്കും? ഏ ഏ ഇതിന്റെ ഇനി കുറച്ച് ഞമ്മ കരയോട്ടോ. എന്തിനത് നമുക്കിത് കാണാൻ കണ്ടോണ്ട് പോവാലോ. ആ റിസപ്ഷനിൽ കയറി കണ്ടോ? ആ റിസപ്ഷനിൽ നമുക്ക് നോക്കാം എന്താ നമുക്ക്. ഏറ്റവും നല്ല കോമഡി അച്ഛ റിസപ്ഷനിൽ കേറിട്ട് അവിടെ Hi. Good afternoon. Good afternoon. We have booking. Where should I park the car? If you want to give to the valet, I will park your car. There is no valet. I already booked the free parking. Yeah, this is also free parking. Ah, okay. That's all.